ഞാൻ ഒരു ക്യാമറ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്യാമറ ഒരു പയ്യനെ കൊടുക്കുകയും ചെയ്തു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുമ്പ് ചേർത്തലയിലുള്ള ഒരാള് എനിക്ക് ഈ വീടിന്റെ ഒക്കെ ഒരു വീഡിയോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പെൺകുട്ടി അത്യാവശ്യം ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്നുണ്ട്. അവളിങ്ങനെ സേവനേറ്റ് പരിപാടികളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് കുടുംബം നടത്തുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കത് ഒരു വലിയ ഇതായിട്ട് തോന്നിയില്ല. പക്ഷെ ഞാൻ അത് പ്ലേ ചെയ്തതിനു ശേഷം എന്തോ ഇന്നലെ രാത്രിയൊക്കെ ആയപ്പോൾ ഈ വീഡിയോ ഞാൻ ഒന്നുകൂടെ കണ്ടു. അവരെ ഒന്ന് കാണണമെന്ന് എന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് തോന്നിയിട്ട് ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്നു. ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിൽ വന്ന് ഞാൻ അകത്ത് കയറി കണ്ടപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. ആഹാരമാണെങ്കിൽ അതുപോലെയൊക്കെ തന്നെ അവസ്ഥ. അടുക്കള ഒറ്റ ഒരു മുറിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ നമ്മളെ വീഞ്ഞപ്പെട്ടിയും അങ്ങനത്തെ തടിയൊക്കെ വെച്ചിട്ടാണ് അവരൊരു വീട് സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. അവിടെ 2 പെൺകുട്ടികളും 23-20 വയസ്സുള്ള 2 പെൺകുട്ടികളും ഒരു അച്ഛനും അമ്മയാണ് അവിടെ താമസിക്കുന്നത്. ചേട്ടനാണെന്നുണ്ടെങ്കിൽ കാലിൽ കമ്പിയൊക്കെ ഇട്ടിട്ട് പണിക്കാൻ പോകാൻ പറ്റില്ല. അപ്പം അവർക്കൊരു ക്യാമറ ഞങ്ങൾ എന്തായാലും ഞാൻ എന്റെ 1-2 സുഹൃത്തുക്കളോട് ചേർന്ന് ഒരു ക്യാമറ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. ഉറപ്പാണ്. ക്യാമറ ലെൻസ് അതിനെന്ത് കഷ്ടപ്പെട്ടിട്ടായാലും ഞങ്ങൾ അത് ചെയ്യും. പക്ഷേ ഇനി അവർക്ക് വേണ്ടത് ഒരു കയറി കിടക്കാടാണ്, ഒരു അടച്ചുറപ്പുള്ള ഒരു വീട്. ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ മൊത്തം വെള്ളം കയറും. മഴയൊക്കെ പെയ്യുമ്പോൾ ഇവിടെ ഫുള്ള് വെള്ളം കയറി. ഇത് ഒരു ദ്വീപ് പോലത്തെ ഒരു സ്ഥലത്താണ് അവരെ വീട്. ഒറ്റപ്പെട്ടാണ് താമസിക്കുന്നത്. അങ്ങനത്തെ ഒരു സ്ഥലമൊക്കെയാണ്. പറ്റുവാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഒരുപാടൊന്നും വേണ്ട. അതായത് കാണുന്നവര് 10 രൂപ, നമ്മളൊരു ചായ കുടിക്കുന്ന പൈസ അത്രേ ആവുള്ളൂ. നമ്മൾ എത്ര രൂപ കളയണം അതിന്റെ കൂട്ടത്തിൽ 10 രൂപ ഇവർക്ക് വേണ്ടിയിട്ട് ഒന്ന് മാറ്റിവെച്ച ഈ പുതുവത്സരം ദൈവത്തിന്റെ കാരണം കൊണ്ട് ആ 10 രൂപ അവർക്കൊരു വലിയൊരു അംബീഷനിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും. നല്ലൊരു സ്ഥലത്തോട്ട് പിടിച്ചു കയറ്റാൻ പറ്റും. നിങ്ങളെ കൊണ്ട് പറ്റണത് കൊടുത്ത് സഹായിച്ച ഒരു വീടാവും. ഇതൊരു അപേക്ഷയായിട്ട് എന്റെ ഒരു ആവശ്യമായിട്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണം. അവർക്കൊരു വീടാണ് അവരുടെ ലക്ഷ്യം.